കോയമ്പത്തൂരിലെ കമ്പനി പടിക്കൽ ലോഡിനായി കാത്തുനിൽക്കുന്ന 10 മണിക്കൂറുകൾക്ക് ശേഷം അർദ്ധരാത്രിയിൽ ചെന്നൈയിലേക്ക് വണ്ടി തിരിക്കുമ്പോൾ മനസ്സിൽ ഒരേയൊരു ചിന്തയേയുള്ളൂ: സുരക്ഷിതമായി ചെന്നെത്തുക എന്നത്. എന്നാൽ ചെന്നൈ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ലോഡ് എങ്ങോട്ടാണെന്നോ, അവിടെ ഏതുതരം ഭക്ഷണം കിട്ടുമെന്നോ, ഒന്ന് തല ചായ്ക്കാൻ ഇടമുണ്ടാകുമോ എന്നോ ഒരു മുൻധാരണയുമില്ലാത്ത യാത്രകളാണിവ. 12,000 രൂപയുടെ ഒരു ട്രിപ്പിൽ 100-ന് 16 രൂപ മാത്രം ബാറ്റ വാങ്ങി ലക്ഷ്യമുണ്ടെങ്കിലും പോകുന്ന വഴിയിൽ യാതൊരു ഉറപ്പുമില്ലാത്ത ഈ അലക്ഷ്യമായ യാത്രകൾ ഓരോ ഡ്രൈവറുടെയും അതിജീവനത്തിന്റെ പോരാട്ടമാണ്. തന്റെ വീടിന്റെ പട്ടിണി മാറ്റാൻ ഇറങ്ങിത്തിരിച്ച ഈ മനുഷ്യൻ വിശപ്പു സഹിച്ചും ഉറക്കമൊഴിച്ചും റോഡിലെ ടാർജറ്റുകൾക്ക് മുന്നിൽ സ്വന്തം ആരോഗ്യം മറന്ന് അന്യസംസ്ഥാനങ്ങളിലെ കഠിനമായ പാതകളിൽ ജീവിതം ഹോമിക്കുകയാണ്. ഒരു 10 ദിവസം ഈ ലോറി ചക്രങ്ങൾ നിശ്ചലമായാൽ നമ്മുടെ നാടിന്റെ സ്പന്ദനം നിലച്ചുപോകും. അടുക്കളയിൽ പുകയുന്ന അരിയും പച്ചക്കറികളും മുതൽ നാം അന്തിയുറങ്ങുന്ന വീട്ടിന്റെ സിമന്റും കമ്പിയും വരെ ഓരോ താലൂക്കുകളിലും എത്തുന്നത് ഈ ഡ്രൈവർമാരുടെ ചോര നീരാക്കിയ അധ്വാനം കൊണ്ടാണ്. ഈ ഡ്രൈവർമാർ ഒരു 10 ദിവസത്തേക്ക് ലീവാക്കിയാൽ തിരമാലകളില്ലാത്ത കടപ്പുറം പോലെ നമ്മുടെ വിപണികൾ നിശ്ചലമാകുകയും നാടും വീടും ഒരുപോലെ പട്ടിണിയിലേക്ക് നീങ്ങുകയും ചെയ്യും. ഇത്രയേറെ കഷ്ടപ്പെട്ട് നമുക്ക് ആവശ്യമായതെല്ലാം എത്തിച്ചു തരുന്ന ഈ മനുഷ്യരോട് റോഡിലെ ചെറിയ തടസ്സങ്ങളുടെ പേരിൽ കയർക്കുന്നവരും തല്ലുണ്ടാക്കുന്നവരും ഒന്നോർക്കുക. നിങ്ങൾ സുഖമായി ഉറങ്ങുമ്പോൾ ഇവർ ഉറക്കമൊഴിക്കുന്നതും, നിങ്ങൾ തൃപ്തിയോടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവർ വിശപ്പ് സഹിച്ചു വണ്ടി ഓടിക്കുന്നതും നമുക്ക് വേണ്ടിയാണ്. അവഗണിക്കരുത് ഈ ജീവിതങ്ങളെ. അവർ നമുക്ക് ചെയ്തു തരുന്ന വലിയ ഉപകാരത്തെ അർഹമായ ആദരവോടെയും സ്നേഹത്തോടെയും നെഞ്ചോട് ചേർക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം.